പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ചിന്തിച്ച് പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ ദുരിതങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടണേ എന്ന്. പക്ഷെ നമ്മൾ 1 വർഷം 2 വർഷം 3 വർഷം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതാകുമ്പോൾ നമ്മൾ പലപ്പോഴും നിരാശരായി പോകാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിരാശരായിട്ട് യാതൊരു കാര്യമില്ലെന്നാണ്. ദൈവം നമ്മളോട് പറയുന്ന 3 ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തെ, നമ്മൾ എന്തിനാണോ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഉത്തരം അപ്പോൾ ദൈവം തരും. ഇനി രണ്ടാമത്തെ കാര്യം, ദൈവം പറയും ഒന്ന് വെയിറ്റ് ചെയ്താൽ നിനക്ക് ഞാൻ സാധിച്ചു തരാം. മൂന്നാമത്തെ കാര്യം, ഇത് വേണ്ട, ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ദൈവം നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മക്കൾ അപ്പം ചോദിച്ചാൽ ആരെങ്കിലും കല്ല് കൊടുക്കുമോ? അല്ലെങ്കിൽ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ലത് നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങൾക്ക് എന്താണ് നൽകേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നമ്മുടെ സ്വർഗീയ പിതാവിനുണ്ട്. നമ്മളൊരിക്കലും സ്വർഗീയ പിതാവ് നിരാശരാക്കുകയില്ല. നമ്മളെ ഈ ഒരു ഭൂമിയിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തിന് അറിയാം. നമ്മൾ കാണുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇത് കർത്താവ് പറയുന്നതാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ളത് സംഭവിച്ചാലും മോശമായിട്ട് എന്ത് വന്നാലും ഒരിക്കലും ദൈവം നിങ്ങൾ തള്ളിക്കളയില്ല. നിങ്ങൾക്ക് പ്രത്യാശയും ശുഭകരമായ ഭാവിയും ദൈവം ഉറപ്പ് നൽകുന്നുണ്ട്. വചനത്തിലൂടെയാണ് ദൈവം ഇത് പറയുന്നത്. വചനം സത്യമാണ്, ജീവൻ്റെ വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കണം. കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ദിവ്യകാരുണ്യ ആരാധനയിൽ ഇങ്ങനെ പോയിരുന്നു പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. ഇതുപോലെ ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇങ്ങനെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ ഒരിക്കലും ദൈവത്തിനോട് എൻ്റെ ഭൗതികമായ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ദൈവമേ എനിക്ക് നിൻ്റെ കൃപയും അനുഗ്രഹവും നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കാറ്. പക്ഷേ പറയാതെ തന്നെ ദൈവം എന്താണ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ നിയോഗങ്ങളും ഞാൻ ചോദിക്കാതെ തന്നെ ദൈവം എനിക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ സാധിച്ചു തന്നു. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം, നിങ്ങൾ എന്താ പറയുക, ദൈവത്തിനോട് ദൈവമേ ഇതായോ അതിതായോ എന്ന് പറഞ്ഞ് ഓരോന്ന് ചോദിച്ച് വെറുതെ സമയം കളയണ്ട. ദൈവത്തിന് അതൊക്കെ അറിയാം. ദൈവം നിങ്ങൾക്കത് ചെയ്തു തരും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ കുറച്ച് സമയം പള്ളിയിലായാലും അല്ലെങ്കിൽ വീട്ടിലെ രൂപത്തിന് മുമ്പിലോ സമയം കിട്ടുകയാണെങ്കിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പോയിരുന്നു കൊണ്ട് കുറച്ച് സമയം ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും താനെ വിട്ടുപോകും. കാരണം നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ബന്ധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാ സംഭവങ്ങളും വിട്ടുമാറും. അപ്പോൾ സമയമൊക്കെ കിട്ടുമ്പോൾ 1 മിനിറ്റ് ദൈവത്തിൻ്റെ 1 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു ദൈവത്തെ ആരാധിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതിരിക്കില്ല. എന്നുവെച്ചാൽ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.